എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, കവുങ്ങുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാ കുന്ത്രാണ്ടും ഉണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയെ? നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? അത് ചോദ്യം, ബുദ്ധിപരമായ ചോദ്യം. പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റി വേണ്ട. ബസിന്റെ പുറത്ത് ശ്രീ KP തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും. ആളുകൾ അത് വായിക്കും, അന്വേഷിക്കും. ശ്രീ KP തങ്കപ്പൻ നായർ, ശ്രീ KP തങ്കപ്പൻ നായർ, ആരടാ ഇയാള്? ഈ നാട്ടിലും ബസ് ഓടിച്ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ KP തങ്കപ്പൻ നായരെ ജനങ്ങൾ അറിയും. അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഈ നാട്ടിലെ ഏർപ്പാടുകളുടെ ഇടയിൽ കിടന്ന് ഓടിയാലേ കായ് കിട്ടൂ. മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, 1965-66 കാലഘട്ടത്തിൽ പുതുക്കാട്ട് TMK ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി നടത്തുന്നത് ഞാനാ. എനിക്കറിയാം ഏതൊക്കെ റൂട്ടിൽ എത്ര കളക്ഷൻ കിട്ടുന്നു കിട്ടില്ല എന്നൊക്കെ. താൻ നോക്കി നടത്തിയതുകൊണ്ടായിരിക്കും TMK ട്രാൻസ്പോർട്ട് കമ്പനി പൂട്ടിയത്. അത് ആ മുതലാളിയുടെ കൊളരായ്മ കൊണ്ട്. ഈ മുതലാളിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ലല്ലോ. വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്നതെന്ന്? ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി. അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ള വില. പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ടേ തന്റെ മോളെ കെട്ടിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നു, ബസ് എന്ന് പറയുന്നത് എല്ലാരോടും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ.